ആത്മീയ കേന്ദ്രത്തിന്റെ ടൂറിസം പ്രൊമോഷനാണ് സന്ദർശനത്തിലൂടെ മറ്റൊരു ലക്ഷ്യം. അല്ല, ആത്മീയമായ കേന്ദ്രങ്ങളെല്ലാം രാജ്യത്ത് വലിയ രീതിയിൽ പ്രചരണം നേടിക്കൊള്ളട്ടെ. അതിൽ എന്താണ് പ്രശ്നമുള്ളത്? ലോകമെമ്പാടുമുള്ളവർക്ക് വരട്ടെ. നേരത്തെ ജിൻഡോ ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ ബി ജി വിഷ്ണു, അതായത് ധ്യാനം കൂടാൻ പോകുന്ന ആളുകൾ പാലിക്കേണ്ട നിയന്ത്രണങ്ങളെ കുറിച്ച് യോഗയിൽ പറയുന്നുണ്ടല്ലോ. ആ നിയന്ത്രണങ്ങളെ നമ്മൾ യമങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അതാണ് ജിൻഡോ നേരത്തെ സൂചിപ്പിച്ചത്. 10 യമങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഹിംസയാണ്. മറ്റുള്ളവരെ വാക്കുകൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക. മുസ്ലിം ന്യൂനപക്ഷ സമുദായങ്ങളെ പെറ്റുകൂട്ടുന്നവരെന്നും നുഴഞ്ഞുകയറ്റക്കാരെന്നും വിശേഷിപ്പിച്ച് അവരുടെ മനസ്സ് വേദനിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് യമപ്രകാരം എന്ത് അഹിംസയുടെ നിയന്ത്രണത്തിന്മേലാണ് ധ്യാനം ഇരിക്കാൻ പോകുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 2, സത്യം പറയുക, കള്ളം പറയാതിരിക്കുക എന്നതാണ്. 1982 റിച്ചാർഡ് ആറ്റൻബറോയുടെ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഗാന്ധി ലോകം അറിഞ്ഞത് എന്ന് പച്ചക്കള്ളം പറഞ്ഞ നരേന്ദ്രമോദിക്ക് അതെങ്ങനെയാണ് സാധ്യമാവുക? മൻമോഹൻ സിംഗ് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഭൂരിപക്ഷത്തിൻ്റെ സമ്പത്ത് മുസ്ലിം വിഭാഗത്തിൻ്റെ പ്രയോറിറ്റിയായി കൊടുക്കുമെന്ന് കള്ളം പറഞ്ഞ പ്രധാനമന്ത്രിക്ക് എങ്ങനെയാണ് ഈ യോഗയുടെ നിയന്ത്രണ നിയമപ്രകാരം ധ്യാനമിരിക്കാനാവുക എന്ന പ്രസക്തമായ ചോദ്യം കൂടിയുണ്ടേ. അല്ല, ഈ ലോകത്തേക്ക് ഏറ്റവും നൽകിയ സംഭാവനകൾ നൽകിയ രാജ്യമാണ് ആത്മീയതയിൽ ഭാരതം എന്ന് പറയുന്നത്. ഞാനൊരു മതനേതാവ് അല്ലാത്തത് കൊണ്ട് മതപരമായ നിയമങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ അറിവുകളില്ല. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. നരേന്ദ്രമോദി ഈ രാജ്യത്തേക്ക് ചർച്ച ചെയ്യപ്പെടുന്ന എല്ലാ വിഷയവും കാലികമായി പ്രസക്തിയുള്ളത് തന്നെയാണ്. നരേന്ദ്രമോദി ഈ രാജ്യത്തോട് പറഞ്ഞിട്ടുള്ളതും ജനങ്ങളെ അഭിസംബോധന ചെയ്ത കാര്യങ്ങളെല്ലാം പൂർണ്ണമായും ശരിയായ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് അതിനോട് നിങ്ങൾ നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണെന്ന് ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ രാജ്യത്തെ പറയട്ടെ ഞങ്ങൾ ഈ രാജ്യത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയും സത്യമാണെന്നും കാലം തെളിയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് തെല്ലും സമ്പത്ത് നേരത്തെ ചോദിച്ച ചോദ്യമാണ്. പ്രധാനമന്ത്രി ഈ ABC-ക്ക് കൊടുത്ത അഭിമുഖത്തിൽ നമ്മളുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ ലോകം അറിഞ്ഞത് 1982 റിച്ചാർഡ് ആറ്റൻബറോ ഗാന്ധി സിനിമ എടുത്തതോടെയാണ് എന്നുള്ളത് ശരിയാണോ ബി ജി വിഷ്ണു? അല്ല, അദ്ദേഹത്തിന് കൂടുതൽ ലോകത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഒരു മാധ്യമം ആ സിനിമയായി എന്ന അർത്ഥത്തിൽ തന്നെയാണ് നരേന്ദ്രമോദി ഇക്കാര്യം വളരെ മാൻ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്തതല്ലേ? അല്ല, അദ്ദേഹത്തിന് കിട്ടുന്ന ഓരോ അംഗീകാരവും അദ്ദേഹത്തിന്റെ ലോകമെമ്പാടുമുള്ള പ്രചരണത്തിന് ആക്കം കൂട്ടുകയാണ്. ഇന്നും ഗാന്ധിയൻ തത്വസംഹിതകളും പ്രധാനമന്ത്രി പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? കൂടി വരികയാണ്. എന്താണ് കേട്ടില്ല അരുൺകുമാർ? 1982 ശേഷമാണ് ഗാന്ധിയെ ലോകം അറിഞ്ഞത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് എന്തർത്ഥത്തിലാണ് ബി ജി വിഷ്ണു? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഓരോ അദ്ദേഹത്തിന് ലഭിക്കുന്ന അംഗീകാരവും പ്രചരണവും മഹാത്മജിയുടെ മഹത്വം ലോകത്തിന് മുന്നിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ലോക നേതാക്കന്മാർ വരുമ്പോൾ പോലും സബർമതിയിലേക്ക് വീണ്ടും വീണ്ടും അവരെ ആനയിച്ചു കൊണ്ടുപോകുന്നത് ആരോപണമായി പ്രധാനമന്ത്രി ABC ന്യൂസിൽ പറഞ്ഞത് 1982 വരെ ഗാന്ധിജിയെ കോൺഗ്രസ് പ്രൊമോട്ട് ചെയ്തില്ല എന്നാണ്. അത് ശരിയാണോ ബി ജി വിഷ്ണു? സംശയം എന്താണ്? കോൺഗ്രസിന് എപ്പോഴും ഗാന്ധി എന്ന പേരിനപ്പുറത്തേക്കും കോൺഗ്രസ് കുടുംബത്തിൽ അംഗം എന്ന രീതിയിൽ പോലും ആ പേര് കൂടെ ചേർത്തുകൊണ്ട് അവർക്ക് രാഷ്ട്രീയമായ അവരുടെ വ്യക്തി താല്പര്യങ്ങളും സ്വകാര്യ ഗാന്ധിജി അറിയുമായിരുന്നില്ലേ? അല്ല, അദ്ദേഹത്തിന് അതിൽ 1982 ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആശയഗതികൾക്ക് കൂടുതൽ പ്രചാരണം നൽകാനാണ് നരേന്ദ്രമോദി. 1982 ശേഷമാണോ ഗാന്ധിയുടെ ആശയഗതികൾ ലോകത്ത് പ്രചരിച്ചത്? 1982 ശേഷമാണോ? അല്ലേ, 82കൾക്ക് ശേഷവും ഇത്തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും ഗാന്ധിയൻ ആശയങ്ങൾക്ക് ലോകത്തിന് വലിയ മുതൽക്കൂട്ടും കൂടുതൽ പ്രചരണോപാധികളുമായി മാറി. അടിസ്ഥാനത്തിൽ സ്റ്റാമ്പുകൾ ഇറക്കിയിരുന്നു. 1931 ടൈം മാഗസിന്റെ ഫ്രണ്ട് കവറിൽ നമ്മളുടെ രാഷ്ട്രപിതാവിന്റെ ചിത്രം വന്നിരുന്നു. നെൽസൺ മണ്ടേലയും മാർട്ടിൻ ലൂതർ കിങ്ങും അടക്കമുള്ളവർക്ക് പ്രചോദനമായിരുന്നു.
ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ ഗാന്ധിയെക്കുറിച്ചാണ് വരും കാല തലമുറ വിശ്വസിച്ചിരിക്കാനിടയില്ല, മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞത്. ഇതെല്ലാം 1982 ശേഷമായിരുന്നോ? അല്ല, 82 ശേഷമായിരുന്നില്ല. 82 ശേഷം അതിന് കൂടുതൽ പ്രചാരണം യോഗയിലെ ഒരു യമം തെറ്റി പ്രധാനമന്ത്രി പറഞ്ഞത്. നിങ്ങളതിന് ഞാൻ വീണ്ടും പറയുന്നു, അല്ല അങ്ങനെയൊന്നും തെറ്റിയിട്ടൊന്നുമില്ല. പ്രധാനമന്ത്രി കൃത്യമായ കാര്യങ്ങൾ തന്നെയാണ് ലോകത്തോട് പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ശരി.